രാജ്യം വലിയ പ്രതീക്ഷയുടെ ഉറ്റുനോക്കുന്ന കേന്ദ്ര ബജറ്റ് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് രാവിലെ 11 മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. അതിവേഗ റെയിലും വിഴിഞ്ഞത്തിലും എയിംസിലും കേരളത്തിന് പ്രതീക്ഷയുണ്ട്. ബജറ്റിനൊപ്പം ഇടക്കാല സാമ്പത്തിക നയവും മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റും സഭയിൽ വെക്കുന്നതായിരിക്കും. പി ബസന്താണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ആദ്യം ചേരുന്നത്. ബസന്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച ദിവസം അവതരിപ്പിക്കുകയാണ്, പ്രധാനപ്പെട്ട ഒരു ദിവസം. എന്തെല്ലാമാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അറിയാനുള്ളതാണ്. നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. എങ്ങനെയായിരിക്കും ഇന്നത്തെ ബജറ്റിനെ പ്രതീക്ഷിക്കേണ്ടത്? പൂജ, ഇന്ന് രാവിലെ 11 മണിക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ 9ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാമത്തെ ബജറ്റാണിത്. 11ാമത്തെ മോദി സർക്കാരിന്റെ ബജറ്റ്, അതായത് നേരത്തെയുള്ള രണ്ട് കാലഘട്ടം കൂടി നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു റെക്കോർഡ് ബജറ്റ് തന്നെയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഞായറാഴ്ചയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. 2017 മുതലാണ് ഫെബ്രുവരി 1-ാം തീയതി ബജറ്റ് അവതരണം ആരംഭിച്ചത്. ഇത് ആദ്യമായിട്ടാണ് ഞായറാഴ്ച ഒരു ബജറ്റ് അവതരണം വരുന്നത്. അതുകൊണ്ട് തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ തന്നെ ഇന്ന് പ്രത്യേക ട്രേഡിംഗ് ഇന്ന് വെച്ചിട്ടുമുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് ബജറ്റിൻ്റെ നേട്ടങ്ങൾ നേരിട്ട് തന്നെ കമ്പോളത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ളത്. ഏതായാലും സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും എന്ത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആകാംക്ഷ ഉണ്ടാക്കുന്നത്. അതിലേറ്റവും പ്രതീക്ഷയോടെ നിൽക്കുന്ന ആദായ നികുതികളുടെ എന്തെങ്കിലും ഇളവുകളിൽ മാറ്റം വരുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അത് 1 ലക്ഷമായി കൂട്ടുമോ എന്നുള്ളത്. കഴിഞ്ഞ കൊല്ലത്തെ ബജറ്റിലാണ് 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനമുള്ളവർക്ക് നികുതി ഒഴിവാക്കിയത്. അത് 15 ലക്ഷം രൂപയായി ഉയർത്തുമോ എന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പല രീതിയിൽ അത് ചർച്ചകൾ നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള സൂചനകളുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ 2 സ്കീമുകളിലായിട്ടാണ് ആദായ നികുതിയുള്ളത്. പുതിയ സ്കീമുണ്ട്, പഴയ സ്കീമുണ്ട്. ഏകദേശം 72% പേർ പുതിയ സ്കീമിലേക്ക് മാറിയ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ പഴയ സ്കീം എടുത്ത് കളയാനുള്ളൊരു സാധ്യത ബജറ്റിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ധനകാര്യ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നുകിൽ പൂർണ്ണമായും എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ഭാഗ്യമായി എന്തെങ്കിലും തന്നെ മാറ്റങ്ങൾ വരുത്തുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പുതിയ സ്കീമിലേക്ക് ഭൂരിപക്ഷം ആൾക്കാരും ആദായ നികുതി അടയ്ക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും മാറിയ ഒരു സാഹചര്യത്തിൽ അത് കുറച്ചുകൂടി ആകർഷണമാക്കാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിംസ്, അല്ലെങ്കിൽ ദീർഘകാല മൂലധന നേട്ടങ്ങളുടെ പലിശ, അതിൽ കുറച്ച് മെച്ചം വരുത്തുക എന്നുള്ള ഇപ്പോൾ 2 ലക്ഷം രൂപയായിട്ട് ഉയർത്തുമോ എന്നുള്ള ഒരു പ്രതീക്ഷകളൊക്കെ തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും വലിയ തോതിലുള്ള ഒരു നിക്ഷേപം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലൊരു രാഷ്ട്രീയ വശം കൂടി വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 5 നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് വരുന്ന 2 മാസത്തിനുള്ളിൽ വരുന്നത്. അതായത് കേരളമടക്കം പശ്ചിമ ബംഗാൾ, ആസാം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJP സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി ജനപ്രിയമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിലുണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ ബജറ്റ് എന്ന് പറയുന്നത് ബീഹാർ സെൻട്രിക് ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അതായത് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ നിയമസഭ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ബീഹാറിന് വേണ്ടി മക്കാന ബോർഡ് തുടങ്ങിയ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. കേരളത്തിലും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ആസാമിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളം എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കാലങ്ങളായി നമ്മളെല്ലാ പൊതു ബജറ്റ് ചർച്ചയിലും പറയുന്ന എയിംസ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം. എയിംസ് എന്ന് പറയുന്ന എല്ലാ സംസ്ഥാനത്തിനും ഒരു എയിംസ് എന്നുള്ളത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. അത് ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്നില്ല, അല്ലാതെ തന്നെ ഒരു മന്ത്രിസഭാ തീരുമാനത്തിലൂടെ അറിയിച്ചാലും മതി. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകുമോ? സ്വാഭാവികമായിട്ടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതൊരു വലിയ ചർച്ചയ്ക്ക് തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തൃശ്ശൂർ വേണമോ അല്ലെങ്കിൽ ആലപ്പുഴ ആയിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വലിയ ചർച്ച നടക്കുന്ന കോഴിക്കോടിന് വേണ്ടി വലിയ സമ്മർദ്ദം ഉയർന്ന ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത്. അപ്പോൾ എയിംസിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ എന്തെങ്കിലും തീരുമാനമുണ്ടോ? അടുത്തിടെ വീണ്ടും കേരളം ഉൾപ്പെടെ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ്. ബി ബാലഗോപാൽ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ബാലു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറഞ്ഞതുപോലെയാണ് കേരളം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്തായിരിക്കും കേരളത്തിന് ലഭിക്കുക എന്നത് സംബന്ധിച്ചുള്ള വലിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എന്നുള്ളത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള തരത്തിലേക്കാണ് പലരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ചർച്ചയാകുന്ന അതിവേഗ റെയിൽ, എയിംസ് ഉൾപ്പെടെയുള്ള പല ഘടകങ്ങളും മുന്നിൽ നിൽക്കുന്നുണ്ട്.
പൂജ ഗുഡ് മോർണിംഗ്. പൂജ പറഞ്ഞതുപോലെ തന്നെ കേരളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബഡ്ജറ്റ് നോക്കുന്നത്. കാരണം നിർമ്മലാ സീതാരാമൻ തൻ്റെ തുടർച്ചയായ 9ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ 8 ബഡ്ജറ്റുകളും അവർ ഈ ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും മറ്റും നടക്കുകയാണെങ്കിൽ ആ സംസ്ഥാനങ്ങൾക്ക് ചില വൻകിട പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്ന ചരിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കേരളവും ബംഗാളും പശ്ചിമ ബംഗാളും തമിഴ്നാടും പുതുച്ചേരിയും അടക്കുന്ന പ്രദേശങ്ങൾക്ക്, അസമും അടക്കുന്ന പ്രദേശങ്ങൾക്ക് ചില വൻ പ്രഖ്യാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ പൊതുവെ വച്ചു പുലർത്തുന്നുണ്ട്. എയിംസിനെ സംബന്ധിച്ച് നേരത്തെ ബസന്ത് പറഞ്ഞു. പക്ഷേ എയിംസ് സംബന്ധിച്ചുള്ളൊരു പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. കാരണം അതൊരു ബഡ്ജറ്റ് പ്രഖ്യാപനമായി പ്രഖ്യാപിക്കേണ്ട കാര്യമല്ല. ഈ ബഡ്ജറ്റിന് മുന്നോടിയായി സംസ്ഥാനം 28 ആവശ്യങ്ങളാണ് കേന്ദ്രത്തിന് മുമ്പാകെ വച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തിനൊരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് നൽകണം എന്നതാണ്. കാരണം വലിയ കടബാധ്യതയിലാണ് സംസ്ഥാനം, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് സംസ്ഥാനം. ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി നീക്കുന്നതിനായി ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നൊരു ആവശ്യമായിരുന്നു കേരളം മുന്നോട്ട് വച്ചിരുന്നത്. പക്ഷേ ആ ആവശ്യത്തോട് എത്രത്തോളം അനുകൂലമായി കേന്ദ്ര ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റിൽ നയം സ്വീകരിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതിനുള്ള സാധ്യത വിരളമാണെങ്കിൽ പോലും വിഴിഞ്ഞം, അതുപോലെ തന്നെ ഈ അതിവേഗ റെയിൽപാത തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുവാനാണ് സാധ്യത എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാകുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനായി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നഗരപരിധിയിൽപ്പെടുന്ന ഭാഗത്ത് ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിക്കുമോ എന്ന ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പ്രധാനമന്ത്രി തന്നെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും മറ്റും തിരുവനന്തപുരത്തെ BJPയുടെ വിജയത്തെ സംബന്ധിച്ച വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഏതെങ്കിലും ഒരു പദ്ധതി, വൻകിട പദ്ധതി പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യങ്ങളിൽ ചിലതെങ്കിലും പരാമർശിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിനുള്ള പണം നീക്കിവെക്കുകയോ ചെയ്യുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പൂജ. പി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ എന്തെല്ലാമാണ് കേരളത്തിന് പ്രതീക്ഷയുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ അതെല്ലാം തന്നെ ബജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. പി ബസന്ത് കൂടി തുടരുന്നുണ്ട്. ബസന്ത്, അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പല ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഉറ്റുനോക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിനൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പലതും വെട്ടിക്കുറയ്ക്കുന്ന ഉൾപ്പെടെയുള്ള വലിയ തർക്കം കേന്ദ്രവും സംസ്ഥാനമായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാൻഡിലൊക്കെ വലിയ പ്രതീക്ഷ ഇപ്പോൾ കേരളം അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് ഇന്നത്തെ ബജറ്റ് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള വലിയ വലിയ പ്രത്യേകതകളുണ്ട് എന്നുള്ളത് കൂടിയാണ്. അവയെല്ലാം എന്തൊക്കെയാണ്? പൂജ, ഇത്തവണ ലഭിക്കുന്ന വിവരമനുസരിച്ചിട്ടാണെങ്കിൽ ബജറ്റ് പ്രസംഗത്തിൻ്റെ 2ാം ഭാഗത്ത്, അതായത് പാർട്ട് ബിയിൽ കൂടുതൽ ശ്രദ്ധ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ്. സാധാരണ 2 ഘട്ടമായിട്ടാണ്, പാർട്ട് എയും പാർട്ട് ബിയും എന്നുള്ള തരത്തിലാണ് ബജറ്റ് പ്രസംഗം നടക്കുക. ദീർഘമായി പാർട്ട് എയിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നു. അതിനുശേഷം പാർട്ട് ബിയിൽ ചില പ്രഖ്യാപനങ്ങളും മറ്റും നടത്തി, അല്ലെങ്കിൽ ബജറ്റ് ധനപരമായ പിന്നെ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇത്തവണ പാർട്ട് ബിയിലായിരിക്കും ധനമന്ത്രി കൂടുതൽ ശ്രദ്ധ നൽകുക എന്നുള്ളൊരു സൂചനയാണുള്ളത്. അതായത് സാമ്പത്തിക രംഗത്തിൻ്റെ ദീർഘകാല ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ, അതായത് സാമ്പത്തിക മേഖലയിൽ സർക്കാരിൻ്റെ ദീർഘഹ്രസ്വകാല ലക്ഷ്യങ്ങളൊക്കെ തന്നെ വളരെ വിശദീകരിച്ച് പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് വരുന്നത്. അതായത് ഇതിപ്പോൾ 2ാം ഒരു ഘട്ടത്തിലേക്ക് ബജറ്റ് പ്രസംഗം കയറുമ്പോൾ തന്നെ സർക്കാരിൻ്റെ എന്താണ് ഇനി വരാൻ പോകുന്ന ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്കും അതോടൊപ്പം തന്നെ ഈ FRBM ആക്ട് പ്രകാരമുള്ള ഒരു ഇടക്കാല സാമ്പത്തിക നയവും ധനമന്ത്രി ഇതിനോടൊപ്പം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ തന്നെ ഒരു ലക്ഷ്യമിട്ടുള്ള ഒരു ബജറ്റ് എന്നുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഈ ഒരു ലക്ഷ്യം 3ാമത്തെ ലോക സാമ്പത്തിക ശക്തിയായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഘടനാപരമായ മാറ്റങ്ങൾ സാമ്പത്തിക രംഗത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. പക്ഷേ ഈ
നേരത്തെ പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു വോട്ട് ബാങ്കിനെ ലക്ഷ്യമിടേണ്ട ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഇടത്തരക്കാരെയും സാധാരണക്കാരെയും ഒപ്പം ചേർക്കേണ്ട സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ രംഗത്ത് അല്ലെങ്കിൽ ആ രംഗത്ത് ക്യാപെക്സിൽ അതിൽ കൂടുതൽ നിക്ഷേപം വേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതായത് വലിയ തോതിലുള്ള പദ്ധതികൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അവ നടപ്പാക്കേണ്ട ആവശ്യം, ഇതിനുള്ള പണം കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ലക്ഷ്യം. GST വരുമാനത്തിൽ വലിയ തോതിലുള്ള വർധന ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 2 പാദങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ വലിയ മാറ്റങ്ങൾ, കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വലിയ വർധനയാണ് ഇത്തവണ GSTയുടെ വരുമാനത്തിലുമുള്ളത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും ഒക്കെ തന്നെ കൂടുതൽ നിക്ഷേപത്തിന്, കൂടുതൽ വകയിരുത്തലിനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതെല്ലാം മേഖലയിൽ ലക്ഷ്യമിട്ടായിരിക്കും സർക്കാർ ഇത്തവണ നീങ്ങുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ധനക്കമ്മിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ധനക്കമ്മി നേരിടുക എന്നുള്ളതാണ് ഒരുപക്ഷെ എല്ലാ സർക്കാരുകളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ന് അതിൽ നിന്ന് മാറി ഒരു ഡെറ്റ് GDP റേഷ്യോയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ കടം ആഭ്യന്തര ഉൽപാദന അനുപാതത്തിലേക്ക് അത് മാനേജ് ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം മാറും എന്നുള്ളതാണ് ഈ ബജറ്റോടുകൂടി എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ കടം തിരിച്ചടയ്ക്കാൻ എത്രത്തോളം ശേഷിയുണ്ട് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ അനുപാതം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡെറ്റ് GDP റേഷ്യോയിലേക്ക് ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ് ഈ ബജറ്റിൻ്റെ തന്നെ മറ്റൊരു പുതുമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിവേഗ പാതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതിസങ്കീർണമാണ്. അതായത് ഈ ശ്രീധരൻ ഒരു അതിവേഗ പാത പറയുന്നു, അത് DMRC DPR തയ്യാറാക്കുമെന്ന് പറയുന്നു. സർക്കാർ RRTS എന്ന് പറയുന്ന നഗരങ്ങൾ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ സർവീസുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നു. അപ്പോൾ ഇതിൽ എവിടെയാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത് എന്ന് ഈ ബജറ്റിൽ എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ എന്നുള്ളതാണ്. സാധാരണ റെയിൽവേ ബജറ്റ് പ്രത്യേകമായി അവതരിപ്പിക്കുന്ന ഒന്നാണ്, അത് പ്രത്യേകമായി അവതരിപ്പിക്കുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പൊതു ബജറ്റിൻ്റെ ഭാഗമാണ് റെയിൽവേ ബജറ്റും എന്നുള്ളതാണ്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള നീക്കിയിരിപ്പ് ഈ പൊതു ബജറ്റിൽ ഈ പറയുന്ന അതിവേഗ പാതയ്ക്കോ അല്ലെങ്കിൽ കേരളത്തിൽ നിലവിൽ നടക്കുന്ന ശബരി പാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയ്ക്കെല്ലാം തന്നെ നീക്കിയിരിപ്പുണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ സമയമെടുക്കും. അതായത് ആ അത്തരത്തിൽ എന്തെങ്കിലും നീക്കിയിരിപ്പുണ്ടോ എന്നുള്ളത് മാത്രമല്ല, ഇത് ബജറ്റ് പ്രസംഗത്തിന് ശേഷം സാധാരണയായി റെയിൽവേ മന്ത്രി കാണാറുണ്ട് മാധ്യമങ്ങളെ. അത് ഇന്നുണ്ടാവുമെന്നറിയില്ല, ചിലപ്പോൾ നാളെ ആയിരിക്കും ഉണ്ടാകുക. ഏതായാലും ഇത്തരത്തിൽ ഒരു അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേകമായ പ്രഖ്യാപനങ്ങളുണ്ടെങ്കിൽ അത് ധനമന്ത്രി നടത്തേണ്ടതാണ്. പക്ഷേ അതുണ്ടാകുമോ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ എയിംസ് എന്നൊക്കെ പറയുന്ന സാധാരണ ഒരു ബജറ്റ് പ്രസംഗത്തിൻ്റെ ഭാഗമായി വരേണ്ട കാര്യമില്ല. മറ്റൊന്ന്, കേരളം വളരെ കാലമായി പറഞ്ഞിരുന്ന നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നതാണ്. ശബരി പാതയ്ക്കുള്ള കൂടുതൽ നീക്കിയിരിപ്പ്, നിലമ്പൂർ തഞ്ചങ്കോട് പാത തുടങ്ങിയവയൊക്കെ. ഇപ്പോൾ റെയിൽവേ രംഗത്താണ് കൂടുതൽ പ്രതീക്ഷ കേരളം വെച്ചു പുലർത്തുന്നത് എന്നുള്ളതാണ്. പിന്നെ കേരളവുമായി ബന്ധപ്പെട്ട നേരത്തെ ഈ പറഞ്ഞ പോലെ കേരളത്തിന് ലഭിക്കേണ്ട പണം തടഞ്ഞു വെക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, അതൊക്കെ പിന്നീട് അതിനുള്ള മറുപടി വരുന്നത് ബജറ്റ് പ്രസംഗവുമായി ബന്ധപ്പെട്ടുമല്ല. അത് ബജറ്റ് ചർച്ചയ്ക്കിടയിൽ മാത്രമേ ധനമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണങ്ങളൊക്കെ നൽകാറുള്ളൂ. സ്വാഭാവികമായിട്ടും ബജറ്റ് ചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഇതൊക്കെ ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനുള്ള മറുപടിയിലാണ് സാധാരണ ധനമന്ത്രി കാര്യങ്ങളൊക്കെ പറയുന്നത്.